കൺവേർഷൻ മെത്തേഡിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നും ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കുകയും അതുവഴി ടോട്ടൽ സെയിൽസ് ഫിഗർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഓരോ മിസ്സിംഗ് ഫിഗേഴ്സ് വെച്ചിട്ടും ടോട്ടൽ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് എന്നൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് ഇറ്റ് മേ ബി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ സെയിൽസ് ഫ്രം ദി റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ ബിസിനസ്. ഇൻ സച്ച് കേസസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്യാൻ ബി ascertained by adding purchases to opening stock and deducting closing stock. A memorandum account is prepared for this purpose. ഞാൻ പറഞ്ഞു സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു അതർ ഓപ്ഷൻ ആയിട്ടാണ് മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. സെയിൽസ് ആവാം, ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ, വേറെ ഏതെങ്കിലും മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണെങ്കിൽ ആ മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്കൊരു ഇല്ലസ്ട്രേഷൻ വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇല്ലസ്ട്രേഷൻ നമ്പർ 11 കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ₹30,000, ക്ലോസിംഗ് സ്റ്റോക്ക് 50,000, പർച്ചേസസ് 1,60,000. ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. COGS നമ്മൾ ഇനി മുതൽ മെൻഷൻ ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇഫ് റേറ്റ് ഓഫ് GP ഇസ് 25% ഓൺ കോസ്റ്റ്, ascertain ടോട്ടൽ സെയിൽസ്. നിങ്ങളോട് ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ട് ടോട്ടൽ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതിനു മുന്നേ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ടോട്ടൽ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസസും തന്നിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആദ്യം ഇത്രയും ഡീറ്റെയിൽസ് തരുന്ന ഓപ്പണിങ്ങും ക്ലോസിങ്ങും പർച്ചേസും തന്നിട്ടൊരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് സെയിൽസ് എസർട്ടൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനിൽ ക്ലിയർലി തന്നിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല എന്താണ്? COGS ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് എനി ഡയറക്റ്റ് എക്സ്പെൻസസ് ഇഫ് എനി പ്ലസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോം തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസസ് 1,60,000 തന്നിട്ടുണ്ട്, അതിൽ നിന്ന് 50,000 മൈനസ് ചെയ്യുന്നു. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും തന്നിട്ടില്ല, വേജസ് ഓഫ് റൈറ്റോ അങ്ങനെ എന്താ തന്നിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ഇവിടെ അതൊന്നും തരാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ്ലി നമ്മൾ 1,40,000 എന്നുള്ള ഫിഗറിലേക്ക് അറൈവ് ചെയ്യുന്നു. അതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എസർട്ടൈൻ ടോട്ടൽ സെയിൽസ് ആണ്. അപ്പോൾ കോസ്റ്റും സെയിൽസിനെയും കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടറും കൂടി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതാണ് നമ്മുടെ GP എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് റേറ്റ് ഓഫ് GP ഇസ് 25% ഓൺ കോസ്റ്റ്. 25% ഓൺ കോസ്റ്റ് ആണെങ്കിൽ എത്രയായിരിക്കും സെയിൽസ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ കണ്ടുപിടിച്ചത് എന്താ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റിൻ്റെ 25% ആണ് GP എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം GP കണ്ടുപിടിക്കുക. 1,40,000 × 25/100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, GP കിട്ടും 35,000 അല്ലേ. ഈ GP കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് സെയിൽസിലേക്ക് എത്താം? നമുക്കറിയാം ടോട്ടലി ഉണ്ടാവുന്ന കോസ്റ്റിൻ്റെ കൂടെ ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭത്തിൻ്റെ എമൗണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് കിട്ടുന്നത് അല്ലേ. കോസ്റ്റും പ്രോഫിറ്റും ആഡ് ചെയ്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും അല്ലേ. എന്താണോ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ കോസ്റ്റ് കണ്ടുപിടിച്ചു, അതിൻ്റെ കൂടാണ്ട് നമുക്ക് തന്ന ഡാറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റും GPയും എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ കോസ്റ്റും പ്രോഫിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ GP ആണല്ലോ, അത് കൂട്ടിക്കഴിഞ്ഞാലാണ് 1,75,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേറൊരു വിധത്തിൽ ചെയ്യാം. ഓൾട്ടർനേറ്റീവ്ലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് സെയിൽസ് യൂസിങ് മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട്. എങ്ങനെയാണ് ഈ മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട്, ഈ ഫോർമുലാസും ഇത്രയും പ്രോബ്ലംസും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് സെയിൽസ് കണ്ടുപിടിക്കുക നോക്കാം. ശ്രദ്ധിച്ചേ, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ നോർമലി ഉള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സെയിം ഫോമാറ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവും, പർച്ചേസ് GP, സെയിൽസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമുല അല്ല അതിൻ്റെ ഫോമാറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്കിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000, പർച്ചേസസ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടില്ല, സെയിൽസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യം ഇത് ബ്ലാങ്ക് ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുക. GP എങ്ങനെയാണ് കണ്ടുപിടിക്കണം, നമ്മളൊക്കെ അറിയാം. GP ഇവിടെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോസ്റ്റിൻ്റെ മുകളിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, നമ്മൾ ആദ്യം കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇതേപോലെ ഈ ഫോമുല വെച്ചിട്ട് കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ കോസ്റ്റിൻ്റെ മുകളിലാണ് 25% കാണണ്ടേ, 35,000. ഇത് ഒന്നിക്കൽ ഈ ഫോമാറ്റിൽ അല്ലെങ്കിൽ ഈ ഫോമാറ്റിൽ, ഇതിനായിട്ട് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആണ്. ഒന്നിക്കൽ ഇതൊന്നും വരക്കാണ്ട് ഈ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം. ഇവിടെ ഇത് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഫോമുല വെച്ചിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിവിടെ GP എന്നുള്ള ഫിഗർ കിട്ടുള്ളൂ. ഈ GP ഇവിടെ കിട്ടിയാൽ മാത്രമേ ഇത് തമ്മിലുള്ള ബാലൻസിങ് ഫിഗറായിട്ട് സെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആകെ സ്കിപ്പ് ചെയ്യുന്ന ഈ പോർഷൻ മാത്രമാണ് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇത്രയും പോർഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക. അതിനുശേഷം GP കണ്ടുപിടിക്കുന്നു. ഇത് ടോട്ടൽ ചെയ്യുന്നു, ഈ പോർഷൻ ടോട്ടൽ ചെയ്യുന്നു. 2,25,000 കിട്ടി. 2,25,000 ഇപ്പുറത്തെ ഭാഗത്ത് എഴുതിയതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,75,000 എന്നുള്ള ഈ ഫിഗർ കിട്ടും, വിച്ച് ഈസ് ആർ ബാലൻസിങ് ഫിഗർ സെയിൽസ്. ഇങ്ങനെ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടും, ഒന്നിക്ക് ഫോമുല മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 12. Opening stock rupees 40,000, closing stock rupees 60,000, sales 1,80,000, rate of GP is 20% on sales, ascertain purchases. നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിനകത്ത് GP ഏതിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നെ എന്നൊക്കെ നോക്കണം. നമുക്ക് ഞാൻ പറഞ്ഞു ഇത്രയും സമയം ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും ഇത്രയും ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ COGS is equal to ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ്. ഇവിടെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, പർച്ചേസ് ആണ് കണ്ടുപിടിക്കുന്നത്, ക്ലോസിംഗും തന്നിട്ടുണ്ട്. COGS നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഫോമുല സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ, ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, GP is equal to അടുത്ത ഫിഗർ എന്താണ്, ഡേറ്റ എന്താ തന്നതെന്ന് നോക്കുക. 20% ഓൺ സെയിൽസ് തന്നിട്ടുണ്ട്, അല്ലേ, സെയിൽസും ഇല്ല, സെയിൽസിൻ്റെ ഫിഗർ മാത്രമേ ഉള്ളൂ, ഇവിടെ കോസ്റ്റും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 20% ഓൺ സെയിൽസ് എന്നുള്ളത് 1,80,000 സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ GP കാണുക എത്രയാണ്, 20% ഓൺ സെയിൽസ് ഇസ് ഈക്വൽ ടു 36,000, അല്ലേ, 36,000 രൂപയാണ് GP എന്നുള്ളത് കണ്ടുപിടിച്ചു. ഈ 36,000 രൂപ GP എന്ന് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടി ഓർമ്മിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഫോമുല പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. 20% ഓൺ സെയിൽസ് ഇസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. ഇത് നിർബന്ധമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമാണ്. എന്താണ് 20% ഓൺ സെയിൽസ് ഇസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. ഇവിടെ 20% അതാണല്ലോ നമ്മൾ 20% ഓൺ സെയിൽസ് ആണല്ലോ നമ്മൾ GP എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചേ. ക്വസ്റ്റ്യനിൽ തന്ന GP 1,80,000 എന്ന് പറഞ്ഞ സെയിൽസ് ഫിഗറിന് 20% 36,000 കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് എന്നുള്ളത് 25% ഓൺ കോസ്റ്റ് ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ തരില്ല എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ജനറൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. സോ 20% ഓൺ സെയിൽസ് ഇസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. എപ്പോഴും സെയിൽസിൻ്റെ പെർസെൻറ്റേജിനേക്കാളും കൂടുതലായിരിക്കും കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ്. ശ്രദ്ധിച്ചോ, 20% സെയിൽസിൻ്റെ ഫിഗർ വലുതായിരിക്കും, കോസ്റ്റ് അതിനേക്കാളും കുറവായിരിക്കുമല്ലോ, കാരണം പ്രോഫിറ്റ് എന്നുള്ളൊരു സംഭവം അതിൻ്റെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ സെയിൽസിൻ്റെ പെർസെൻറ്റേജിനേക്കാളും കൂടുതലായിരിക്കും കോസ്റ്റിൻ്റെ സൈഡിലുള്ള പെർസെൻറ്റേജ്. സോ 25% ഓൺ കോസ്റ്റ് ആണ് 36,000, അല്ലേ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 36,000 എന്ന് പറയുന്നത് 25% ഓൺ കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു ഫിഗറിൻ്റെ 25% എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതോ ഒരു ഫിഗറിൻ്റെ 25% ഈ കണ്ടുപിടിച്ച 36,000. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 25%. 36,000 ഡിവൈഡഡ് ബൈ 25% ചെയ്യുമ്പോൾ 1,44,000 എന്നുള്ള ഫിഗർ കിട്ടും, വിച്ച് ഈസ് അവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് എന്നുള്ളത് 1,44,000 രൂപയാണ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 36,000 ഡിവൈഡഡ് ബൈ 25% ആണ് ചെയ്യേണ്ടത്. ഏതോ ഒരു ഫിഗറിൻ്റെ 25% 36,000 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫിഗർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 25% ചെയ്ത് കഴിഞ്ഞാലാണ് 1,44,000 കിട്ടുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, അല്ലേ. ഇവിടെയുള്ള 1,44,000 കിട്ടി. ഈ 1,44,000 ഇസ് ഈക്വൽ ടു 40,000 പ്ലസ് പർച്ചേസസ് മൈനസ് 60,000. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്തെ ഭാഗത്ത് പുറത്തോട്ടേക്ക് പർച്ചേസ് എടുത്ത് എഴുതുന്ന സമയത്ത് എങ്ങനെ വരും, ഈ 1,44,000 ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് വരും. 1,44,000 മൈനസ് 40,000 പ്ലസ് 60,000 സൈൻ ചേഞ്ച് ആവുമെന്ന് അറിയാമല്ലോ. അങ്ങനെ പർച്ചേസ് ഇസ് ഈക്വൽ ടു 1,64,000 എന്നുള്ള ഫിഗർ കിട്ടും. ഈ രീതിയിൽ വേണം നമ്മൾ ഏതെങ്കിലും ഒരു സർട്ടൻ പർച്ചേസോ ഏതെങ്കിലും ഒരു ഫിഗർ കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. ഏതൊക്കെ തന്നിട്ടുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇത് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ടാവും.
അപ്പോൾ ഇതാണ് ഇതിലെ ഈ ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് ഉള്ള മെയിൻ തിങ്. 20% ഓൺ സെയിൽസ് ഇസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ് എന്നുള്ള കാര്യം നോട്ട് ഡൗൺ ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെങ്കിലും എങ്ങനെയാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ സെയിം പർച്ചേസ് എസർട്ടൈൻ പർച്ചേസ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ് എങ്ങനെയാണ് എസർട്ടൈൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, 40,000 എഴുതുക. പർച്ചേസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റില്ല, അവിടെ ലീവ് ചെയ്യുക. ഫസ്റ്റ് ജി പി 1 lakh സെയിൽസിൻ്റെ 20% ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ ചെയ്യും. ഇത് ഓൾട്ടർനേറ്റീവ് ആണ്, ഇത് ഒന്നിക്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ സെയിൽസ് എഴുതുന്നു, ക്ലോസിംഗ് സ്റ്റോക്കും എഴുതുന്നു. ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് അവേ ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ, ഈ പറഞ്ഞ ഫോർമുലാസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി പർച്ചേസ് ഈ ടോട്ടൽ ചെയ്യുക. 2,40,000 കിട്ടി. 2,40,000 മൈനസ് ഇതാ ഈ രണ്ടും കൂട്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ജി പിയും കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് 2,40,000 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് ഈ ഇവിടുത്തെ പർച്ചേസസ് 1,64,000. ഇതേ 1,64,000 ആണ് നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നോർമലി അഡ്വൈസബിൾ ആയിട്ടുള്ളത് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വഴി ഏതൊരു ഫിഗറും എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഇലസ്ട്രേഷൻ കൂടി നോക്കാം. ഇലസ്ട്രേഷൻ നമ്പർ 13. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ ഇത്രയും സമയം സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്തു, പർച്ചേസ് എസ്റ്റിമേറ്റ് ചെയ്തു. ഇത്തവണ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. Purchases ₹24,000, sales ₹36,000. Rate of GP on sales is 25% and closing stock is ₹12,000. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ്. ആദ്യം ഇതുപോലെ തന്നെ എഴുതി, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക. COGS is equal to ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ്. COGS തന്നിട്ടില്ല, ഓപ്പണിംഗ് തന്നിട്ടില്ല, പർച്ചേസും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്, റേറ്റ് ഓഫ് GP 25% ഓൺ സെയിൽസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസിന്റെ മുകളിൽ നമുക്ക് 25% കാണാമല്ലോ, അപ്പോൾ നമുക്ക് GP കിട്ടുമല്ലോ. GP അപ്പോൾ 36,000 ഇൻറ്റു 25/100. 36,000 സെയിൽസിൻ്റെ ഫിഗറിൻ്റെ മുകളിൽ 25% കണ്ടു. അപ്പോൾ 9,000 ആണ് നമ്മുടെ GP എന്ന് കിട്ടി. GP 9,000 ആണ്, 25% ഓൺ സെയിൽസ്. നമുക്ക് അറിയേണ്ട വേറൊരു ഫാക്റ്റാണ് 25% ഓൺ സെയിൽസ് ഇസ് ഈക്വൽ ടു 33.33% ഓൺ കോസ്റ്റ്. ഇത് നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു 25% ഓൺ സെയിൽസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ GP എന്നുള്ളത് ഈ 9,000 രൂപയാണ് അല്ലേ. ഇത് 9,000 രൂപ GP ആണെങ്കിൽ അത് ഈ 33.33% ഓൺ കോസ്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 9,000. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക, ഈ ഫിഗറാണ് GP വിച്ച് ഇസ് 25% ഓൺ സെയിൽസ്. 25% ഓൺ സെയിൽസ് എന്നുള്ളത് 33.33% ഓൺ കോസ്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഏത് ഫിഗറിൻ്റെ 33.33% ആണ് 9,000 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ കോസ്റ്റ് അല്ലേ. ഏത് ഫിഗറിൻ്റെ 33.33% ആണ് 9,000 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നോർമലി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, 9,000 ഇൻറ്റു 33.33. അപ്പോൾ ഇത് ഈ 9,000ന്റെ 3.33% ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനു പകരം നമ്മൾ എന്താ വേണ്ടത്, ഏത് ഫിഗറിന്റെ 33% ആണ് 9,000 എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് 9,000 ഡിവൈഡഡ് ബൈ 33.33%. അതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ കണ്ടുപിടിച്ചത് എന്താ, കോസ്റ്റ് ആണ് അല്ലേ. ഈ 9,000 എന്ന് പറഞ്ഞാൽ GPന്റെ 33.33% ഓൺ കോസ്റ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞു. 9,000 രൂപ അതായത് 27,000 അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ 27,000 കണ്ടുപിടിച്ചത് എന്താ, കോസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 27,000. 27,000 ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് പ്ലസ് 24,000 മൈനസ് 12,000. നമുക്ക് തന്നിട്ടുണ്ട് പർച്ചേസും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഓപ്പണിംഗ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 27,000 ഇപ്പുറത്തെ ഭാഗത്ത് വന്നു, സിമ്പിൾസ് മാറി. 27,000 മൈനസ് 24,000 പ്ലസ് 12,000 വിച്ച് ഇസ് ഈക്വൽ ടു 15,000. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഇതിൽ ഈ പോർഷൻ മാത്രമേ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഈ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതേ പ്രോബ്ലം എങ്ങനെയാണ് ഈ പറഞ്ഞ ഫോർമുല കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെയാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ത്രൂ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. നിങ്ങൾക്ക് തരാത്ത ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഈ ഫിഗർ അവിടെ ബ്ലാങ്ക് ആക്കി വിടുക. അതിനുശേഷം 24,000 സെയിൽസ് 36,000 ഇത് എഴുതുക. ഈ 36,000ന്റെ 25% ആണ് എന്നുള്ളതുകൊണ്ട് അത് കണ്ടുപിടിക്കുക. 9,000 അങ്ങനെ കണ്ടുപിടിക്കുന്നു.
ഇതിനുശേഷം ഈ ഭാഗത്ത് ടോട്ടൽ ചെയ്യുന്നു 48,000 മൈനസ് ചെയ്യുക. ഈ ബാക്കി 24 + 9 33,000 എന്ത് ചെയ്യണം, 48,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 15,000 രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും. ഇത് ഒന്നിക്കൽ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഏത് രീതിയാണോ കംഫർട്ടബിൾ ആയ രീതിയിൽ ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 25% ഓൺ സെയിൽസ് തന്നതുകൊണ്ട് ഇവിടെ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, സെയിൽസിന്റെ മുകളിൽ തന്നെ കണ്ടുപിടിക്കാം. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ 25% ഓൺ കോസ്റ്റ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഈ മെമ്മോറാണ്ടം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഇവിടെ സെയിൽസിന്റെ ഫിഗറും സെയിൽസിന്റെ മുകളിലാണ് 25% തന്നതുകൊണ്ട് അത്തരം ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനും പെർച്ചേസ്, സെയിൽസ് അതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് ഇല്ലസ്ട്രേഷൻ നമ്പർ 14. Opening stock 25,000, purchases 91,000, closing stock 20,000. If rate of GP is 25% on selling price, find out sales during the period. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെയിൽസ് കണ്ടുപിടിക്കാനാണ്. 25% ആണ് GP എന്ന് പറഞ്ഞു, ഓൺ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP ആണെന്ന് പറഞ്ഞു, സെയിൽസ് ആണെന്ന് പറഞ്ഞു. സെല്ലിംഗ് പ്രൈസും സെയിൽസ് SP എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക് COGS കണ്ടുപിടിക്കുക. COGS എത്രയാണല്ലേ, ഇത് സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് എല്ലാ ഫിഗേഴ്സും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചു. ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, GP is 25% ഓൺ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ടോ? സെയിൽസ് തന്നിട്ടില്ല. നമുക്കറിയാം സെയിൽസ് തന്നിട്ടില്ലെങ്കിലും 25% ഓൺ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 33.33% ഓൺ കോസ്റ്റ്. നമ്മൾ നേരത്തെ മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്തിരുന്നു. 33.33% ഓഫ് കോസ്റ്റ് ആണ് 25% ഓൺ സെയിൽസ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത്. അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 96,000 എന്താ കോസ്റ്റ് അല്ലേ. അപ്പൊ 96,000ന്റെ മുകളിൽ 33.33 ഇൻറ്റു ആണ് ഇവിടെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിന്റെ ഈ ക്രക്സ് മനസ്സിലായല്ലോ. 96,000 എന്നുള്ളത് കോസ്റ്റ് ആണ്. ആ കോസ്റ്റ് ഫിഗറിന്റെ മുകളിൽ 33.33% ഓൺ കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. സോ വി ഹാവ് ടു ഇൻറ്റു അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യണം 33.33%. അതുവഴി നമുക്ക് എന്ത് കിട്ടും, 32,000 എന്നുള്ള GP കിട്ടും. സംശയം ഉണ്ടാകാം, നേരത്തെ പ്രോബ്ലത്തിൽ ഡിവൈഡ് അല്ലേ ചെയ്തത്. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? നേരത്തെ പ്രോബ്ലത്തിൽ GP നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. ആ GP ഏതിന്റെ 33% ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഡിവൈഡ് ചെയ്തത്. പക്ഷെ ഇവിടെ നിങ്ങളോട് തന്നിരിക്കുന്നത് കോസ്റ്റ് ആണ്. ഈ കോസ്റ്റിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് GP എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ 32,000 എന്നുള്ള GP കണ്ടുപിടിക്കുന്നു. GP കണ്ടുപിടിച്ചതിന് ശേഷം 32,000 കണ്ടുപിടിച്ചാൽ ഈ എളുപ്പത്തിൽ നമുക്കറിയാലോ ഏത് ഫിഗറിന്റെ 25% ആണ് നമ്മുടെ സെയിൽസ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. GP ഹാസ് ടു ബി ഡിവൈഡഡ് ബൈ ദിസ് 25%. നമുക്കറിയാം GP എന്നുള്ളത് എപ്പോഴും സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ 32,000 എന്നുള്ള GP കണ്ടുപിടിച്ചാൽ 32,000 ഡിവൈഡഡ് ബൈ 25% ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫിഗറിന്റെ 25% 32,000 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1,28,000. അങ്ങനെ നമ്മൾ സെയിൽസ് കണ്ടുപിടിച്ചു. GPന്റെ കേസിൽ എപ്പോഴും പഠിച്ചു വെക്കേണ്ട ഒരു 4-5 ഫോർമുലാസ് ഉണ്ട്. അതിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, GP നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരുവാണ് 25% ഓൺ സെയിൽസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസിന്റെ ഡാറ്റ നിങ്ങൾക്ക് തരില്ല. പകരം എന്തിന്റെ ഡാറ്റ തരും? കോസ്റ്റിന്റെ ഡാറ്റ തരും. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം 33.33% ഓൺ കോസ്റ്റും 25% ഓൺ സെയിൽസും ഈക്വൽ ആണ്. ഇത് രണ്ടും കൂടി തരില്ല എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. 25% ആണ് തരുന്നതെങ്കിൽ അത് സെയിൽസ് ആ തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസിന്റെ ഫിഗർ നിങ്ങൾക്ക് ഡയറക്ട്ലി തരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കോസ്റ്റിന്റെ ഫിഗർ മാത്രം തരും. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനും 33% കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് 20% ഓൺ സെയിൽസ് ഇസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ജസ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈക്വൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് പെർസെൻറ്റേജസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നോക്കുക, 16.666% ഓൺ സെയിൽസ് ഇസ് ഈക്വൽ ടു 20% ഓൺ കോസ്റ്റ്. ഇത് റൗണ്ട് ഓഫ് ചെയ്യണം. 6666 അവസാനം 67 എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 20% ഓൺ കോസ്റ്റ്.
12.5% ഓൺ സെയിൽസ് ഈസ് ഈക്വൽ ടു 14.29% ഓൺ കോസ്റ്റ്. ഈ 4 സംഭവം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നോർമലി ഈ 4 ഫോർമുലാസ് തന്നെയാണ് തരിക. 25%, 33%, 16%, 20%. ഇത്രയും ഈ 4 സംഭവങ്ങൾ തന്നെ നോർമലി തരാറില്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ, അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തെ കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് എസർട്ടൈൻ ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ എത്രയാണോ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ അത് കാണണം. അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് മിക്കവാറും. ഡയറക്റ്റ്ലി 2 ഫിഗറും കൂടി തരാറില്ല സാധാരണഗതിയിൽ. അപ്പോൾ ഈ 4 ഫോർമുലാസ് നിർബന്ധമായും പഠിച്ചു വെക്കുക.